മറ്റൊന്ന് നമുക്കറിയാം, ഇന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷികമാണ്, ചരമവാർഷികമാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. വീക്ഷണം ഒന്നാം പേജിൽ വലിയ വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ. ഇത് മനോരമയുടെ ഒന്നാം പേജിലെ വാർത്തയാണ്. ഈ കുട്ടി മരിച്ച വാർത്തയ്ക്ക് ശേഷം മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ, പകരം മന്ത്രി റിയാസിൻ്റെ പേരിൽ ഫലകം എന്നുള്ളതാണ് ആ വാർത്ത. ഇത് പയ്യാമ്പലത്ത് 2015 കണ്ണൂർ പയ്യാമ്പലത്ത് 2015 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൻ്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത്. 2022 മാർച്ച് 6 പാർക്കും നടപ്പാതയും നവീകരിച്ചത് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് പുതിയ ഫലകത്തിലുള്ളത്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി എന്നാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറയുന്നത്. വലിയ പ്രതിഷേധമുണ്ടെന്നും പറയുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാകുമ്പോൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതുകൊണ്ടായിരിക്കും മറ്റ് പത്രങ്ങളൊന്നും കൊടുക്കാത്ത ഈ വാർത്ത മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയത് എന്ന് വേണം കാണാൻ. ബാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ കുറിപ്പുകളൊക്കെ ഉൾപേജിൽ വളരെ നന്നായിട്ട് തന്നെ മനോരമയും മറ്റ് പത്രങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്.